കൊല്ലങ്കോട് പുലിക്കോട് അയ്യപ്പൻകാവിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഭക്തിസാന്ദ്രമായി തുടരുന്നു. ഓഗസ്റ്റ് 15 വരെ നടക്കുന്ന യജ്ഞത്തിൽ ദിവസവും ഭാഗവത പാരായണവും പ്രഭാഷണങ്ങളും നടന്നുവരുന്നുണ്ട്. ഭക്തജനങ്ങളുടെ സജീവ സാന്നിധ്യത്തോടെയാണ് യജ്ഞം പുരോഗമിക്കുന്നത്. പെരികമന ജയകൃഷ്ണൻ നമ്പൂതിരി പയ്യന്നൂർ, കൊല്ലങ്കോട് ത്യാഗരാജൻ എന്നിവരാണ് യജ്ഞാചാര്യന്മാർ. ആത്മീയ ചൈതന്യം നിറഞ്ഞ അന്തരീക്ഷത്തിൽ രാവിലെ സഹസ്രനാമ ജപത്തോടെയാണ് യജ്ഞത്തിലെ ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് ശ്രീമദ് ഭാഗവത പാരായണവും ആചാര്യന്മാരുടെ പ്രഭാഷണവും നടന്നു. ഭാഗവതത്തിലെ വിവിധ സന്ദർഭങ്ങളും കഥാപാത്രങ്ങളുടെ ജീവിതവും അതിലെ ആത്മീയ സന്ദേശങ്ങളും വിശദീകരിച്ചുകൊണ്ടാണ് പാരായണവും പ്രഭാഷണവും പുരോഗമിക്കുന്നത്. യജ്ഞത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വ്യാസനാരദ സംവാദം, കുന്തിഹൃദയം, ഭീഷ്മപ്രഭാവം, പരീക്ഷത്തിന്റെ ചരിതം, പ്രായോപവേശം, ശ്രീ ശുഗാഗമനം, വിദൂര മൈത്രീയ സംവാദം, വരാഹാവതാരം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്തു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മൃതദേഹങ്ങളും ഒക്കെ ആയിട്ട്, ആയുധങ്ങളും ഒക്കെ ആയിട്ട്, രക്തം തളം കെട്ടി നിൽക്കുന്ന ആ ഭൂമിയൊക്കെ ആയിട്ടുള്ള അതിഭയാനകമായിട്ടുള്ള ഒരു രംഗമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതാണ്. യുദ്ധത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം ഒരിക്കലും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. യുദ്ധം കഴിഞ്ഞാലുണ്ടാകുന്ന ആ നാശത്തെ നമുക്ക് കാണിച്ചു തരും. അതുകൊണ്ടാണ് ഒരു മഹാത്മാവ് പറഞ്ഞു, 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടന്നാൽ ആരാ ജയിക്കാറില്ല? 2 പേരും ജയിക്കില്ല. പകരം 2 രാജ്യങ്ങളും തോൽക്കുകയാണ് ചെയ്യുക. ആലോചിച്ച് നോക്കൂ, ഇന്നിപ്പോൾ ചില രാജ്യങ്ങളൊക്കെ യുദ്ധം ചെയ്തതുകൊണ്ട് ആർക്കാ നഷ്ടം? അവരുടെ എത്രയോ വർഷത്തെ സമ്പത്താണ് ഇല്ലാതായിത്തീരുന്നത്. ഒരു രാജ്യം യുദ്ധത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ, യുദ്ധം നടന്നു കഴിഞ്ഞാൽ ആ രാജ്യം 50 വർഷം പിറകിലോട്ട് പോകുന്ന എന്തോ ഭാഗ്യത്തിനിപ്പോ യുദ്ധമൊന്നും ഇല്ല. യജ്ഞത്തിന്റെ ഭാഗമായി ഒറ്റയപ്പം നിവേദ്യവും സമർപ്പിച്ചു. ഓഗസ്റ്റ് 15 വരെ നടക്കുന്ന സപ്താഹയജ്ഞത്തിൽ വിവിധ ദിവസങ്ങളിലായി ഭാഗവതത്തിലെ പ്രധാന കഥാസന്ദർഭങ്ങളും ആത്മീയ സന്ദേശങ്ങളും ഭക്തജനങ്ങളിലേക്ക് പകരും. UTV ന്യൂസ്, പാലക്കാട്.